തൊടുപുഴയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. ഒളമറ്റത്തുള്ള ക്രഷറിന് സമീപമാണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത്. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കരിങ്കുന്നം മുട്ടം ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയായ ഇല്ലിചാരിമലയിലും സമീപ പഞ്ചായത്തായ പുറപ്പുഴയിലും അടക്കം പുലിയെ കണ്ടതായ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ തൊടുപുഴ നഗരത്തിലും പുലി പ്രത്യക്ഷപ്പെട്ടതായ വാർത്ത. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയോരത്ത് മാടപ്പറമ്പിൽ റിസോർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ക്രഷർ യൂണിറ്റിലാണ് പുലിയെ കണ്ടതായി പറയുന്നത്. ക്രഷർ യൂണിറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ജോസഫ് ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി ഇവിടെ 5ഓളം പുലികളെ കണ്ടതായി പറഞ്ഞു. ആദ്യത്തിന് കണ്ടത് കൃത്യസമയം എനിക്ക് പറയാൻ പറ്റില്ല. 9:10 ഇടയ്ക്കാണ് ആദ്യത്തെ കണ്ടത്. 9:10 ഇടയ്ക്ക് ആദ്യം കണ്ടത്. രണ്ടാമത് കണ്ടത് 2-3 മണി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ക്രഷർ പ്രവർത്തനരഹിതമാണ്. സംഭവം പറഞ്ഞ് തൊടുപുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി നടത്തിയ പരിശോധനയിൽ ചില കാൽപ്പാടുകൾ കണ്ടെത്തിയെങ്കിലും ഇക്കാര്യം പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ക്രഷറിലെ CCTVയിൽ ചില ജീവികൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞെങ്കിലും ചിത്രങ്ങൾ പുലിയുടേത് തന്നെയാണോ എന്നതിലും വ്യക്തതയില്ല. ഇന്നുകൂടി നിരീക്ഷണം നടത്തിയ ശേഷം ആവശ്യമെങ്കിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈപ്പൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5,999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.